സകല മാനത്തെയും അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ശ്വസനത്തിലൂടെ പ്രവേശിച്ച് നിലകൊള്ളുന്ന പരമാത്മാവ് മാത്രമാണ്. ആ ഈശ്വരൻ അള്ളാഹു മാത്രമാണ് എല്ലാത്തിലൂടെയും മനുഷ്യ സ്വരൂപത്തിലൂടെയും പ്രവേശിച്ച് പ്രവേശിച്ച് പോകുന്നത് എന്നാണല്ലോ നമ്മൾ കാണുന്നതും പഠിപ്പിക്കുന്നത്. അപ്പോ ഏത് ജിന്നിലാണ് പരമാത്മാവായ അള്ളാഹു ഇല്ലാതെ വേറെ ജിന്നുണ്ടോ? പരമാത്മാവായ അള്ളാഹു ഇല്ലാതെ ഒരു മലക്കുണ്ടോ? ആ പരമാത്മാവായ അള്ളാഹു അല്ലാതെ ഒരു വസ്തു ഈ ലോകത്തിലുണ്ടോ? അപ്പൊ അള്ളാഹു അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. പരമാത്മാവായ അള്ളാഹു അല്ലാതെ ഒന്നും തന്നെ ഇവിടെ നിലനിൽപ്പില്ല, ഇവിടെ നിൽക്കാൻ കഴിയില്ല. ആ പരമാത്മാവില്ലെങ്കിൽ അത് മരിച്ചു. പരമാത്മാവായ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ ഈശ്വരനല്ലാതെ ഒരു വസ്തു ഈ ലോകത്തില്ല. ഏക ഇലാഹ്, ഏക ശക്തി, ശിവശക്തി അല്ലെങ്കിൽ ആ പരമാത്മാവായ ഏക പ്രപഞ്ചനാഥൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു ജിന്ന്, ഇൻസ്, മലക്ക് ഒന്നുമില്ല. ഈ ഇൻസ് എന്ന മനുഷ്യനില്ല. ആ പരമാത്മാവില്ലെങ്കിൽ നിങ്ങളുണ്ടോ? ഞാനുണ്ടോ? മനുഷ്യനുണ്ടോ? പരമാത്മാവായ അള്ളാഹു അല്ലേ, ഈശ്വരനല്ലേ നിങ്ങളിൽ ഈ പ്രകാശിക്കുന്ന നിലകൊള്ളുന്നത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങളുണ്ടോ? അപ്പൊ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനും ഇവിടെ ഇല്ല.